Meet the editors. എല്ലാം ഭൂരിപക്ഷ താൽപര്യമോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ ഭൂരിപക്ഷ താൽപര്യം നടപ്പാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഭൂരിപക്ഷ താൽപര്യമാണ് നടപ്പാക്കപ്പെടേണ്ടത് എന്ന പ്രതികരണങ്ങൾ ഏറുകയാണ്. ഇന്ത്യ പോലൊരു രാജ്യത്ത് അത് സാധ്യമല്ല എന്ന് വിവിധയിടങ്ങളിൽ പ്രതികരണങ്ങൾ വരുമ്പോഴും അത് സാധ്യമാക്കുന്ന രീതിയിലേക്ക് ഒരു ഭൂരിപക്ഷ ഐക്യപ്പെടലുണ്ട്. ആശങ്കപ്പെടേണ്ടതാണോ? നോക്കൂ, ഇന്നിപ്പോൾ നമ്മൾ ആദ്യം ചർച്ചയ്ക്കെടുക്കുന്നത് ഈ ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ പ്രസ്താവമാണല്ലോ. അദ്ദേഹം ഡിസംബർ 8 ഒരു വിവാദ പ്രസംഗം നടത്തുന്നു. VHPയുടെ ഒരു പരിപാടിയിൽ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ മുന്നോട്ട് വെച്ചത്. അന്ന് തന്നെ അത് വലിയ വിവാദമായൊരു ചർച്ചയായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ ഭൂരിപക്ഷത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കും രാജ്യം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഭൂരിപക്ഷം നേടിയ ആളുകൾ ഭരിക്കും എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അത് പറയാനായിട്ടൊരു ജഡ്ജി പുറത്തു വരേണ്ട കാര്യമില്ല, അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷത്തിൻ്റെ ഹിതം എന്താണോ അതനുസരിച്ചായിരിക്കും രാജ്യം പ്രവർത്തിക്കുക എന്നാണ്. നോക്കൂ, നമ്മുടെ ഭരണഘടന എന്താണ് വിഭാവന ചെയ്തിരിക്കുന്നത്? ഭരണഘടനയുടെ മുമ്പിൽ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഇല്ല. എല്ലാവർക്കും തുല്യ അവകാശം ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ജഡ്ജിയാണ് പറയുന്നത് ഭൂരിപക്ഷത്തിന് ഇവിടെ ചില അവകാശങ്ങൾ ഉണ്ടെന്നും അതിനനുസരിച്ചാണ് ഈ രാജ്യം പ്രവർത്തിക്കുക എന്നും. അവിടെ തന്നെ ഭരണഘടനാ ലംഘനം ആ ജഡ്ജി നടത്തിയിരിക്കുന്നു എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ആ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഹമാരാ ഗീത തുമാരാ ഖുറാൻ എന്നാണ് പറയുന്നത്. ഹമാരാ ഗീത, എൻ്റെ ഗീത നിങ്ങളുടെ ഖുറാൻ എന്ന് പറയുന്നിടത്ത് തന്നെ ഒരു ഡിവിഷൻ കൊണ്ടുവരികയാണ്. അതും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? അത് ആളുകൾക്കിടയിൽ ഒരു വിഭജനം ഉണ്ടാക്കുകയാണ് മതത്തിൻ്റെ പേരിൽ. അതും ഒരു ജഡ്ജി ചെയ്യാൻ പാടില്ല. എന്ന് മാത്രവുമല്ല, ഒരു വിഭാഗത്തെ ഹിംസയുടെ വക്താക്കളായി അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ മുസ്ലിം കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വന്നാൽ അവരാരും ടോളറൻ്റായി വളർന്നു വരും, സഹാനുഭൂതിയോടുകൂടി സഹിഷ്ണുതയോടുകൂടി വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കാൻ കഴിയാത്തത്? ആ കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ടാണ് ഇവർ ഈ മൃഗങ്ങളെ കൊല്ലുന്നത് എന്നാണ്. നാളെ ഒരു മുസ്ലിം യുവാവ് ഒരു കേസിൽപ്പെട്ട് ഈ ജഡ്ജിയുടെ മുന്നിൽ വന്നാൽ ഈ ജഡ്ജി പ്രജുഡൈസ്ഡ് അല്ലേ? ഈ ജഡ്ജിക്കൊരു മുൻവിധി ഉണ്ടല്ലോ. ഈ മുസ്ലിം യുവാവ് എന്ന് പറയുന്നയാൾ ഹിംസയുടെ വക്താവാണെന്നും അയാൾ എന്തും ചെയ്യുമെന്നുള്ള പ്രജുഡീസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവം നടത്തുക. ഇത്തരത്തിൽ അപകടകരമായ പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തെ സുപ്രീം കോടതി കൊളീജിയം വിളിച്ചു വരുത്തിയല്ലോ. ഡിസംബർ 17 സുപ്രീം കോടതിയുടെ 5 അംഗ കൊളീജിയം വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നു. അന്ന് അദ്ദേഹം അവിടെ പറഞ്ഞത് എന്താണ്? മാധ്യമങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്തു, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, എൻ്റെ വാക്കുകൾ ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് സുപ്രീം കോടതി ഇൻഹൗസിൽ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് അദ്ദേഹത്തിനോട് പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ്, നിങ്ങൾ വഹിക്കുന്ന സ്ഥാനത്തിന് നിരക്കാത്ത പ്രസ്താവങ്ങൾ കോടതിക്കകത്തോ പുറത്തോ നടത്തിക്കൂടാ. എന്ന് മാത്രവുമല്ല, നിങ്ങൾ ഒരു ജഡ്ജി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നടത്തുന്ന പ്രസ്താവങ്ങളിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം. സൂക്ഷ്മത പുലർത്താത്ത പക്ഷം ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഇതാണ് സുപ്രീം കോടതിയുടെ കൊളീജിയം ഇദ്ദേഹത്തോട് പറഞ്ഞത്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കൊളീജിയത്തിൻ്റെ ശാസന അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? എന്ന് മാത്രമല്ല, അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ഈ രാജ്യത്തെ പരമോന്നതമായ നീതിപീഠത്തെയല്ലേ. അതായത് അദ്ദേഹം ഒരു അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി മാത്രമാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ കോടതിയുടെ 5 അംഗ കൊളീജിയമാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഈ കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ട് ഈ ശാസന നൽകിയിരിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോഴും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അടിസ്ഥാനപരമായി അത് സുപ്രീം കോടതിയെയും സുപ്രീം കോടതിയുടെ പരമോന്നതമായ പദവിയെയും അവഹേളിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകർ ചേർന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ. ആ കത്തിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് CBIയോട് ആവശ്യപ്പെടണം ഇദ്ദേഹത്തിനെതിരെ FIR ഇടാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വകുപ്പുകളുമൊക്കെ ആ കത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇനിയിപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എടുക്കാൻ പോകുന്ന നടപടി എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി. അതിൻ്റെ ഭാഗമായിട്ട് ജനുവരി 9 അലഹബാദ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് ഒരു കത്തിങ്ങോട്ടേക്ക് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് അപമാനകരമായ ഒരു സാഹചര്യമല്ലേ? എന്തുകൊണ്ടാണ് ഇന്ന് ഈ ശേഖർ കുമാർ യാദവിന് ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇത് ആരംഭിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നാണെന്നേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2024 പൊതു തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ വെച്ച് നടത്തിയ ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടല്ലോ, വിദ്വേഷ പ്രസംഗം. ആ പ്രസംഗത്തിൻ്റെ പേരിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഒരു പരാതി ഉണ്ടല്ലോ. ആ പ്രസംഗം എന്തായിരുന്നു? ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ മുസ്ലിങ്ങൾ എന്നുള്ള വാക്കുപയോഗിച്ചിട്ടില്ല, മറിച്ച്
അത് ഒരു കനോട്ടേറ്റീവ് മീനിങ്ങിൽ എന്താണ് പരോക്ഷമായി അവരെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ നരേന്ദ്രമോദി അന്ന് പ്രസംഗിച്ചത്. എന്താണ് ഈ രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാർ, ഇവിടെ പെറ്റുകൂട്ടുന്നവർ, അവർ നിങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കാൻ പോകുന്നു, അവർക്ക് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്, ആ കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, രാജ്യത്തെ ഒറ്റക്കെട്ടായി കാണേണ്ട പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ അദ്ദേഹത്തോട് ഒരുമിച്ച് നിർത്തേണ്ട ആളാണ്, ഒന്നിച്ച് ചേർത്ത് പിടിക്കേണ്ട ആളാണ്. അങ്ങനെ ഒരാളാണ് തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇത്തരത്തിലൊരു വിഭാഗത്തെ, ശരിക്കും ഒരു വിഭാഗത്തെ കുഴപ്പത്തിലാക്കും രീതിയിൽ, അവരെ അപകീർത്തിപ്പെടുത്തും രീതിയിൽ പെറ്റുകൂട്ടുന്നവരെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും പറഞ്ഞ് പ്രസംഗിക്കുന്നത്. അതിൻ്റെ താഴെ ഒരു ജഡ്ജിക്ക് ഇത് പറയാൻ പറ്റുമെന്നേ, ഒരു പ്രശ്നവുമില്ല. ഇനി മറ്റൊരു കാര്യങ്ങൾ നോക്കൂ, ഈ പ്രസ്താവന നടത്തിയ ഉടനെ തന്നെ ആദ്യം രംഗപ്രവേശം ചെയ്ത് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. ഈ സത്യമാണ് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞത് എന്നാണ് അന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. അപ്പം രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ നിലപാടും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ നിലപാടും തനിക്ക് അനുകൂലമാകുന്നു എന്ന് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ശേഖർ കുമാർ യാദവിന് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാമെന്നേ, ഒരു പ്രശ്നവുമില്ല. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ഗണേശ ചതുർത്ഥി ആഘോഷിച്ചില്ലേ വീട്ടിൽ? അങ്ങനെ ആഘോഷിക്കാൻ പാടുള്ളൂ. ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? DY ചന്ദ്രചൂഡിൻ്റെ വിധി പ്രസ്താവങ്ങളെക്കുറിച്ചൊക്കെ വലിയ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് എങ്ങനെയാണ്? പ്രീതിയോ പക്ഷപാതമോ ഇല്ലാതെ പ്രവർത്തിക്കുമെന്നാണ്. ആരോടും പ്രീതി ഉണ്ടാവരുത്, ആരോടും പക്ഷപാതത്വം ഉണ്ടാവരുത്. ഇത് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിലിരിക്കുന്ന ആളുകളും എടുക്കുന്ന സത്യപ്രതിജ്ഞയാണ്. ഇതിനകത്ത് പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് കേട്ടോ. പ്രധാനമന്ത്രി അങ്ങോട്ട് പോയിക്കൂടാ. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി വിളിച്ചു, എന്നിട്ട് അതാ നോക്കൂ, ഒരു ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ വ്യക്തിപരമായി പ്രധാനമന്ത്രിയെ വിളിച്ച് ഒരു ആരാധന നടത്തുന്നു. എന്നിട്ട് അതിൻ്റെ പടം പുറത്തേക്ക് വിടുന്നു. ഇത് വ്യക്തിപരമായ ഒരു ആരാധന നടത്തുന്ന അവിടെ അവസാനിക്കുന്നില്ല, അതിൻ്റെ പടം പുറത്തേക്ക് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താ ഇങ്ങനൊന്നും ചെയ്തു? നമ്മൾ ഈ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ കള്ളികൾക്കകത്ത് മാത്രമല്ല കേട്ടോ കാര്യങ്ങൾ നിൽക്കുന്നത്. ഭരണഘടനയുടെ ഒരു ധാർമ്മികത എന്നുകൂടി നമ്മൾ പറയും അല്ലേ, എത്തിക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഭരണഘടന പറയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും, അത് ഇംപ്ലിസിറ്റ് ആയിരിക്കും, പക്ഷേ ഭരണഘടനയുടെ ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം എന്ന് പറയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും എന്താ പറയുക, ഒരു പ്രീതിയും പക്ഷപാതത്വം ഇല്ലാതെ പെരുമാറേണ്ട ആളുകൾ, ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ, അത് ഏത് പദവിയിൽ ഇരുന്നോട്ടെ, അവരെ വീട്ടിലേക്ക് സ്വകാര്യമായി വീട്ടിലേക്ക് വിളിച്ചു. ഒരു കല്യാണത്തിന് പൊതുവേദിയിൽ ആളുകൾ വന്നിരിക്കുന്നത് പോലെയല്ല, ഒരു ആരാധനാ ചടങ്ങിലേക്ക്, അതും വ്യക്തിപരമായ ഒരു ആരാധനാ ചടങ്ങിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചു വരുത്തുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്ത് സംഭവിക്കുമ്പോൾ ഈ പറയുന്ന ശേഖർ കുമാർ യാദവിന് എഴുന്നേറ്റ് എന്ന് പറയാൻ പറ്റുമെന്ന്, ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ, നിങ്ങൾക്ക് എന്ത് വേണേൽ ചെയ്തോളൂ എന്ന് പറയാൻ കഴിയും എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം പറയുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താ, കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത് എന്താ പറഞ്ഞത്? ആരാണ് BJPയുടെ സ്ഥാപകർ? RSS ആണ് BJP ഉണ്ടാക്കിയിരിക്കുന്നത്. ആ RSSൻ്റെ സംഘചാലകമായിട്ടുള്ള മോഹൻ ഭഗവത് പറയുന്നത് എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് 2024 ജനുവരി 22 എന്താണ് അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്? രാമക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളതാണ്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച ദിവസമാണ് ഇന്ത്യൻ പ്രൈഡ് ഉയർന്നിട്ടുള്ളത്, ഇന്ത്യയുടെ സ്വാഭിമാനം ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നത്, സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നത് 2024 ജനുവരി 22 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ്. അത് കൊളോണിയൽ വ്യവസ്ഥയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമാണ്. എന്നാൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നോക്കൂ, വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ അടി 1947 ഓഗസ്റ്റ് 15 കിട്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ദിവസമാണ് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടിയതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അയാൾ പുറത്തു നടക്കുമോ? സ്വതന്ത്രനായി പുറത്തു നടക്കുമോ? ഇന്ത്യയുടെ നിയമം അതിന് അനുവദിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ റിപ്പബ്ലിക് ഇത് സാധാരണക്കാരൻ്റെ റിപ്പബ്ലിക് അല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നക്സൽബാരിയുടെ നേതാക്കൾ ഒരു കാലത്ത് ഈ സംസ്ഥാനത്തും രാജ്യത്തും ഉടനീളം മുദ്രാവാക്യം മുഴക്കി നടന്നിരുന്നു. അവരെയൊക്കെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ വെല്ലുവിളിക്കാൻ കഴിയില്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ വെല്ലുവിളിക്കാൻ കഴിയില്ല. നിങ്ങൾ മറ്റൊരു നിർവചനത്തിലൂടെ അതിനെ വ്യാഖ്യാനിക്കാനും പറ്റില്ല. അത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പട്ടിണി കിടന്ന് സമരം ചെയ്തിട്ട് ആ സമരത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിനേക്കാൾ വലിയ സ്വാതന്ത്ര്യമാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയുന്ന ഒരാൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് ഈ രാജ്യത്തുണ്ട്. അപ്പോൾ പിന്നെ ശേഖർ കുമാർ യാദവിന് ഇത് പറഞ്ഞുകൂടെ? നമ്മുടെ ഇന്നത്തെ ഈ ഇന്നത്തെ നിയമസഭയിൽ പ്രസംഗിച്ച അർലേക്കർ ഉണ്ടല്ലോ, നമ്മുടെ ഗവർണർ അർലേക്കർ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഒരു മാസം മുമ്പ്. എന്താ പറഞ്ഞതെന്നറിയോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നോൺ വയലൻസിലൂടെ അല്ല, അഹിംസയിലൂടെ അല്ല, മറിച്ച് ഇന്ത്യയിലെ ജനങ്ങളിൽ പലരും ഈ പറയുന്ന ആയുധം എടുത്തതുകൊണ്ട് അത് കണ്ട് പേടിച്ചാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഓടിപ്പോയതെന്ന് പറഞ്ഞ ആളാണ് ഇന്ന് നമ്മുടെ ഗവർണറായിട്ടിരിക്കുന്ന, ഇന്ന് നിയമസഭയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. ഈ പറയുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടൻ്റെ അവസ്ഥ എന്താണെന്നറിയാവോ? ഏറ്റവും വലിയ സാമ്രാജ്യത്വം ലോകത്തിലെ. അന്ന് നമ്മൾ പറയുന്നത് എന്താ? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിൻ്റെ ഉടമയായിട്ടുള്ള ബ്രിട്ടീഷുകാരെ നോൺ വയലൻസിലൂടെ, അഹിംസയിലൂടെ നമ്മൾ പുറത്തേക്ക് പായിച്ചു എന്നാണ്, നമ്മൾ സ്വാതന്ത്ര്യം നേടിയെന്നാണ്. ഇവിടുത്തെ കുറച്ച് ആളുകൾ ആയുധം എടുത്തിരുന്നെങ്കിൽ ഈ ആയുധം എടുത്ത ആളുകളെ അമർച്ച ചെയ്യാൻ ബ്രിട്ടന് കഴിയില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
പറയുന്നത് എത്ര രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ വലിയ ശക്തിയായി നിന്നൊരു രാജ്യമല്ലേ. ആ രാജ്യത്തിന് നമ്മളിവിടുന്ന് പായിക്കുന്നത് സ്വാതന്ത്ര്യം നേടുന്നത് ഈ പറയുന്ന നോൺ വയലൻസിലൂടെയാണ്. അതല്ല വയലൻസ് വരും എന്ന് പേടിച്ചിട്ടാണ് പാഞ്ഞു പോയത് എന്ന് പറയുന്ന ഒരു ഗവർണറാണ് ഇന്ന് ഈ സംസ്ഥാനത്തുള്ള. അപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും സ്വാതന്ത്ര്യ സമരത്തെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നുള്ളതാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിട്ട് അംഗീകരിക്കാൻ RSSകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ചരിത്രമല്ലേ RSSനോട്. അപ്പോൾ പുതിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദിവസമൊക്കെ പ്രഖ്യാപിക്കേണ്ടി വരും. അങ്ങനെ ദിവസം പ്രഖ്യാപിച്ച് തങ്ങളുടെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ലെജിറ്റിമസി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകങ്ങളുടെ കാവുവൽക്കരണവും ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നേതൃത്വങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നേതൃത്വത്തിന് താഴെ നിന്നുകൊണ്ട് ഈ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിക്ക് നിസ്സാരമായിട്ട് സുപ്രീം കോടതിയെ വെല്ലുവിളിക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ പറ്റും. ആരും അദ്ദേഹത്തിന് മൂക്കിയെത്താൻ പോകുന്നില്ല, അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും വരാൻ പോകുന്നില്ല. അതിനനുവദിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, ഒരു ഭരണകൂട സിസ്റ്റം ഈ രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ശേഖർ കുമാർ യാദവിന് ഇത്തരത്തിൽ ഔദ്ധത്തോടുകൂടി ഈ പറയുന്ന അഹന്തയോടുകൂടി ഈ പ്രസ്താവനയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത്. പക്ഷേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം, ഒറ്റ വരിയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സെക്യുലറിസത്തെയാണ്, ഇന്ത്യയുടെ ഭരണഘടനയാണ്, ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠമായ സുപ്രീം കോടതിയെയും സുപ്രീം കോടതിയുടെ 5 അംഗ കൊളീജിയത്തെയുമാണ് അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കുന്നത്. കൊളീജിയത്തിൻ്റെ ശാസനയുമാണ് ഇംപീച്ച് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഒരു കാര്യം പറയാം, ദീപക് മിശ്ര എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നല്ലോ. ആ ചീഫ് ജസ്റ്റിനെതിരെ ഒരു ഇംപീച്ച്മെൻറ്റ് പ്രമേയം വന്നിരുന്നു അല്ലേ. അന്ന് വെങ്കയ്യ നായിഡു ആയിരുന്നു രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. അദ്ദേഹം അത് സ്വീകരിച്ചില്ലല്ലോ. ഈ നിവർത്തി കെട്ടിട്ട് എന്താ ചെയ്തത്? 4 ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസുമാർ 4 പേര്, നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫും അതേപോലെ തന്നെ പിന്നീട് BJPയുടെ MP ആയിട്ടുള്ള രഞ്ജൻ ഗൊഗോയ് അടക്കമുള്ള 4 ജസ്റ്റിസുമാർ സുപ്രീം കോടതിയുടെ വാതിക്കൽ കസേരയിട്ടിരുന്നിട്ട് ഒരു വാർത്താസമ്മേളനം നടത്തി. എന്താ പറഞ്ഞാൽ ഈ ദീപക് മിശ്ര എന്ന് പറഞ്ഞ കഥാപാത്രം സാധാരണ ലോവറായിട്ടുള്ള ജഡ്ജിമാരുടെ കോടതികളിലേക്ക് കേസ് വിടുന്നു. ഈ കേസുകൾ പോകുന്ന കേസ് ഏതാണെന്നറിയാമോ? ജസ്റ്റിസ് ലോയയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കേസ്. ആ കേസിലെ പ്രതി ആരാണ്? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ. ആ കേസിൽ വെറുതെ വിട്ടു. ആ കേസിൽ വിചാരണ പോലും ഇല്ലാതെ അമിത്ഷായെ വെറുതെ വിട്ടു. ജസ്റ്റിസ് ലോയ കൊല്ലപ്പെട്ടതാണെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരം കേസുകൾ തങ്ങൾക്ക് അനുകൂലമാകാൻ സാധ്യതയുള്ള കോടതികളിലേക്ക് മാറ്റുന്നു. അത് ശ്രദ്ധിക്കണം. ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലാണ്. ഈ രാജ്യത്ത് ജനാധിപത്യം പുലരില്ല എന്ന് പറഞ്ഞത് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയിലെ 4 ജസ്റ്റിസുമാരായിരുന്നു. എന്നിട്ട് ഇംപീച്ച് ചെയ്തില്ലല്ലോ. ഈ ഇരിക്കുന്ന ധൻഖറാണ്. ധൻഖർ ഇത് ഇംപീച്ച് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു നടപടിയും ഇക്കാര്യത്തിലുണ്ടാവില്ല. പക്ഷേ ചോദ്യത്തിന് എൻ്റെ മറുപടി എന്ന് പറയുന്നത് ഭൂരിപക്ഷ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി നടക്കുന്നു. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന ശേഖർ കുമാർ യാദവിൻ്റെ ഈ പ്രസ്താവന. ഇത് മുകൾ തട്ടിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ ഏറ്റവും താഴെ തട്ടിലേക്ക് തന്നെ വരികയും ചെയ്യും. എന്തായാലും ഒട്ടും തന്നെ സ്മൃതി, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സർവീസിലിരിക്കുക ഇതുപോലെ ഒരു ജഡ്ജി പ്രവർത്തിച്ചിട്ടുണ്ടാവുമോ, സംസാരിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു ജഡ്ജിമാരും ഇതുപോലെ പച്ചയ്ക്ക് പറയുന്നത് ഇത് ഹിന്ദു മുസ്ലിം വർഗീയത സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു ചർച്ച നടത്തുന്നത് അല്ലെങ്കിൽ ഒരു സംസാരം, അത് VHPയുടെ ജാഥയിൽ പോയിട്ടാണ് കോടതിയുടെ മുൻപിൽ നടത്തിയിട്ട് പരിപാടിയിൽ പോയിട്ടാണ് ഇത് നടത്തുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എല്ലാ ജഡ്ജിമെൻറ്റുകളിലും ഇത് വിധിയുണ്ടെന്ന് പറയാം. പശുവിനെ കുറിച്ച് പറയുക, ശ്വസിച്ച് വിടുന്നത് ഓക്സിജനാണെന്ന് പറയുക, എന്താണ് പിന്നെ പാലും മൂത്രവും സംവിധാനവും, പിന്നെ എന്താണ് ഒരു പശുവിനെ കൊന്നാൽ ഭക്ഷണമാക്കാൻ പറ്റുന്ന 80 പേർക്കാണെന്ന് പറയുക, പിന്നെ ഇതുപോലെയുള്ള പാലും തൈരും മോരൊക്കെ 400 പേർക്കാണ് കഴിക്കാൻ പറ്റുക എന്ന് പറയുക. അങ്ങനെ വിവിധ തരത്തിലുള്ള ഓർഡറുകളും വിവിധ തരത്തിലുള്ള ഇങ്ങനെയുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന വിധിയിൽ പോലുമാണ് അദ്ദേഹം പ്രാവീണ്യം നേടിയിട്ടുള്ളതെന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹം 2026 പിന്നെ വിരമിക്കാൻ പോവുകയാണ്. അപ്പോൾ 1 വർഷമേ ഉള്ളൂ. അപ്പോൾ പ്രീതിപ്പെടുത്തേണ്ടവരെ എല്ലാവരെയും പ്രീതിപ്പെടുത്താം എന്നുള്ള നിലയ്ക്കാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത നാളുകളായ പരാമർശങ്ങളെല്ലാം വരുന്നത്. അദ്ദേഹം തുടങ്ങിയ കാലം തുടങ്ങി ഇങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയുടെ കൊളീജിയം ഇവരെ ഇംപീച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പം, ഒരു ജഡ്ജിനെ ഇംപീച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായുള്ള കാര്യമല്ല. 2 സഭകളും ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കണം. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ജഡ്ജിയുടെ കാര്യത്തിലൊരു കമ്മിറ്റീനെ വെക്കണം. ആ കമ്മിറ്റി ശുപാർശ ചെയ്യണം. ആ ശുപാർശ ചെയ്തതിന് ശേഷം രാഷ്ട്രപതിക്ക് മാത്രമേ ഇദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റും. അപ്പോൾ ഒരു വലിയ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറൊന്നും നടത്താൻ പറ്റില്ല എന്നുള്ള ബോധ്യം ഇവർക്ക് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ശരി. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം UP മുഖ്യമന്ത്രിയൊക്കെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങുന്ന സ്ഥിതിക്ക് ഇതുപോലെയുള്ള വാക്കുകൾ അദ്ദേഹത്തെ കൊണ്ട് പറയാൻ പറ്റും എന്നുള്ളതാണ്. കേരളത്തിലെ ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജഡ്ജിയും ഇതുപോലെ പറയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറയാമല്ലോ, ഇത് മാധ്യമങ്ങൾ വളച്ചൊടിച്ച
കാര്യമാണെങ്കിൽ ആ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് ഇദ്ദേഹം പറഞ്ഞപ്പോൾ കൊളീജിയം ഇത് കൊളീജിയം ഓൾറെഡി അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത് നിന്ന് ഈ ഡാറ്റകൾ മുഴുവൻ ഈ പ്രസംഗം അടക്കം കേട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ അന്നേരം തന്നെ പറയുന്നുണ്ട് ഇതിങ്ങനെയല്ല നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളായി പൊതുവായി ഇവരോട് മാപ്പ് ശാസിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കൊളീജിയം എടുത്ത നിലപാടുകളെ അദ്ദേഹം ശിരസ വഹിക്കുകയാണ് ഇന്ത്യൻ നീതിപീഠത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്, ഭരണഘടനയോട് ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ. പിന്നെ മോഹൻ ഭഗവതിനെ കുറിച്ച് പറയുകയാണ്. മോഹൻ ഭഗവത് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ 2024 ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഫസ്റ്റത്തെ സംവിധാനത്തിലുള്ള എന്താണ് മണിപ്പൂരിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരണം. അന്നേരം ഇവർക്ക് ഭയങ്കരമായിട്ട് ബോധം വന്നായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബോധം വന്നു, മണിപ്പൂരിലെ സമാധാനം തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ എന്താണ് പ്രതിപക്ഷത്തെ നിങ്ങൾ എന്താണ് ശത്രുപക്ഷത്ത് കാണരുത്, പ്രതിപക്ഷമായി കാണണം, അങ്ങനെയുള്ള നല്ല നല്ല വാക്കുകൾ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ചത് സത്യത്തിൽ ഇവരൊക്കെ മാറിയോ, ഇനി ഈ പറയുന്ന ശൈലിയിലേക്ക് മാറിയോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത്, ഇപ്പോൾ പിന്നെ ഇതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. രാമക്ഷേത്രം ഞാൻ പറയുന്നത് അവരുടെ വിശ്വാസമില്ലായ്മയും ഒക്കെ ഇന്ത്യയിലെ ജനങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അവർ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോട്ടെ, RSSമായി പ്രവർത്തിക്കട്ടെ, എല്ലാ സംഘടനകൾക്കും സ്വതന്ത്ര സംഘടന ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇന്ത്യയിലുണ്ട്. അതിനുള്ള ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും ഇന്ത്യയിലുണ്ട്. അതനുസരിച്ച് സംസാരിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ എന്താണ് ഇന്ത്യയെ വിഭജിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു വിഭാഗത്തെ മോശമാക്കുന്ന രീതിയിൽ ഇവർ മാത്രമാണ് ഇന്ത്യയുടെ ഭാഗം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇപ്പോൾ നടന്നു വരുന്ന കാലം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം ഇല്ലാത്ത ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവാത്ത ഒരു സംവിധാനത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പം ഇനിയുള്ള ഒരു കാലത്ത് ഇതുപോലെയുള്ള നടപടികളെ ശക്തമായ താക്കീത് സുപ്രീം കോടതിയുടെ ഭാഗത്ത്, കാരണം ഇതിൻ്റെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനകത്ത് ആകെ നടപടി സ്വീകരിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഇതുപോലെയുള്ള സംവിധാനങ്ങൾക്ക്, ഇന്ന് ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞ പോലെ, ഉണ്ണിസാർ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇദ്ദേഹത്തിന് CBI കേസെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണോ ഇവരെയൊക്കെ ഒതുക്കേണ്ടത് ആ രീതിയിൽ ഒതുക്കാനുള്ള സംവിധാനം സുപ്രീം കോടതി എടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയുടെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കുമുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലെ പിന്നെ നീതിന്യായ വ്യവസ്ഥകൾക്കുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്കുമുണ്ട്. അത് രാഷ്ട്രീയ നേതാക്കന്മാരായാലും കൊള്ളാം, അത് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായാലും കൊള്ളാം, ന്യായാധിപന്മാരായാലും കൊള്ളാം. അപ്പോൾ അതിനേക്കാൾ അപ്പുറം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു പരിധിവരെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, മതപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ സ്വന്തം എന്താണ് പേര് എടുക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ജഡ്ജിമാരും സുപ്രീം കോടതി ജഡ്ജിമാരും ഇറങ്ങിത്തിരിക്കുന്നുള്ള നമ്മുടെ നാട്ടിൽ വരെ കാണുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ വരെ യോഗം കൂടുക, പരിപാടികൾക്ക് പോവുക, അവർ സ്വതന്ത്രമായി നിലപാടെടുക്കേണ്ട ആൾക്കാരല്ലേ. അവരുടെ മുന്നിൽ വരുന്ന ഓരോ കേസുകൾക്കും അവർക്ക് സ്വതന്ത്രമായി നിലപാടെടുക്കാൻ കഴിയണ്ടേ, അവർക്കൊരു മുൻവിധി പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണല്ലോ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് ജഡ്ജിമാർ വിട്ടു നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ അത് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ അതിന് പ്രവണതയുണ്ട്. പല ജഡ്ജിമാരും പല സംഘടനാ പരിപാടികൾക്ക് പോകുന്നുണ്ട്, പല മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു, പല രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് പോകുന്നു. അങ്ങനെയുള്ള പല സംവിധാനങ്ങളും നടക്കുന്നുണ്ട്. പല യോഗങ്ങളിൽ ഇവർ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അതിന് ശേഷവും അതിന് മുൻപ് ഇവർക്ക് പോകാമല്ലോ. അത് ജഡ്ജി റിട്ടയർ ചെയ്തതിന് ശേഷം അവർ വലിയ കാലയളവ് പിന്നെ അങ്ങോട്ട് കിടക്കുന്നുണ്ട്, അവർക്കതിൽ പങ്കെടുക്കാമല്ലോ. എത്രയോ ജഡ്ജിമാർ അങ്ങനെ ചെയ്യുന്നു. MP-മാരായ ജഡ്ജിമാരില്ലേ, എത്ര ജഡ്ജിമാർ രാജിവെച്ചിട്ട് മന്ത്രിയായ ജഡ്ജിമാരില്ലേ. അപ്പോൾ പലപ്പോഴും ഈ അവർക്ക് അനുകൂലമായ വിധികൾ പ്രസ്താവിച്ചതിന് ശേഷമാണ് ഈ തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ. ഞാൻ പറഞ്ഞത് 2026 റിട്ടയർഡ് ആവാൻ പോകുന്ന ഒരു ജഡ്ജാണ് ഇദ്ദേഹം. അപ്പോൾ ഒരു വർഷം കഷ്ടിയേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷം കഷ്ടി കഴിഞ്ഞ് ഞാൻ എവിടെ ഇരിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ബോധ്യം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അതുപോലെയുള്ള ശക്തമായ നിലപാടുകളായിരിക്കും ശരി. ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ തറക്കിയാണല്ലോ, ഡെയിലി ചർച്ചാ വിഷയമാണല്ലോ ഇത്. കാരണം സാധാരണ ജനങ്ങൾ പറഞ്ഞാൽ ഇത് ചർച്ചാ വിഷയമാവുമോ? ഒരിക്കലും ആവില്ലല്ലോ. പ്രധാനമന്ത്രി പറയുന്നത് പോലെയോ മുഖ്യമന്ത്രി പറയുന്നത് ഹൈക്കോടതി ജഡ്ജി പറയുന്നത് പോലെയോ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞാൽ ചർച്ചാ വിഷയമാവില്ലല്ലോ. കേരളത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് ചർച്ചാ വിഷയമാക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ ചർച്ചാ വിഷയമാക്കുന്ന രീതിയിലേക്ക് ഒരു ന്യായാധിപൻ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇവർക്കൊക്കെതിരെ ശക്തമായ നടപടി സുപ്രീം കോടതി എടുക്കുക എന്നുള്ളതാണ് ഇതിനൊരു പ്രതിവിധിയായി കാണുന്നത്. രാഷ്ട്രീയക്കാരും ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനയും അതുപോലെ തന്നെ ഉയർത്തിപ്പിടിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. സുപ്രീം കോടതിയും അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
ശരി, അപ്പോൾ എല്ലാം ഭൂരിപക്ഷ താല്പര്യത്തിലാണ് നടക്കുന്നത് പക്ഷേ അല്ലേ? തീർച്ചയായിട്ടും. ശരി, സുജിയ. ഭൂരിപക്ഷ താല്പര്യം സംരക്ഷിക്കണം എന്നുള്ള താല്പര്യം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയത്. ഉണ്ണി സാർ പറഞ്ഞതിനോടുള്ള ഒരു മറുപടിയോടെ തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. ഉണ്ണി സാർ സൂചിപ്പിച്ച ബഹുമാനനായ RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇവിടെ കൊച്ചിയിൽ തന്നെയുണ്ട്. അങ്ങ് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു വലിയ വർഗീയവാദി കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞല്ല അദ്ദേഹം വന്ന കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞതുപോലെ കേരളത്തിൽ തന്നെയുണ്ട്. കേരളത്തിൽ ഒരു കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പിണറായി വിജയൻ സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ പ്രസ്താവനയ്ക്ക് അത് എവിടെ വേണമെങ്കിലും കേസെടുക്കാമല്ലോ. അദ്ദേഹം സംസാരിച്ച സ്ഥലത്തുള്ള ജൂറിസ്ഡിക്ഷനിൽ മാത്രമെന്നല്ല, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അദ്ദേഹം പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഭരണഘടനാ വിരുദ്ധമെന്നല്ലേ അങ്ങ് ഉദ്ദേശിച്ചത്? ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പാടില്ല. വേറൊരാളാണ് പറയുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഇപ്പം ശരി, അങ്ങനെയാണെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. അങ്ങ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കേസെടുക്കാവുന്ന വകുപ്പുകൾ ഉണ്ട് എന്നാണ്. അദ്ദേഹം ഇപ്പോഴുള്ളത് കേരളത്തിലാണ്, കൊച്ചിയിലാണ്. 21-ാം തീയതി വരെ കേരളത്തിൽ തന്നെ ഉണ്ടാകും. മാത്രമല്ല ഈ RSSന്റെ ദക്ഷിണ കേരള പ്രാന്തത്തിലുള്ള വിവിധ തരത്തിലുള്ള യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് എത്തിയിരിക്കുന്നത്. ആ ഷെഡ്യൂളിൽ നിന്ന് എന്തായാലും മാറ്റമില്ല. 21-ാം തീയതി വരെ പിണറായി വിജയൻ സർക്കാർ, ഇടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിലുണ്ട്, അല്ലാതെ BJP ഭരിക്കുന്ന ഒരിടത്തുമല്ല. അപ്പോൾ ഇത് കേസെടുക്കാൻ വ്യവസ്ഥയുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെയുള്ള കണ്ടെത്തലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാമല്ലോ, കേസെടുക്കാമല്ലോ. അതിനുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട്. ഇന്നിപ്പോൾ 17-ാം തീയതി ആയുള്ളൂ, 4 ദിവസം കൂടി അദ്ദേഹം കേരളത്തിലുണ്ട്. ഇനി വിഷയത്തിലേക്ക് വന്നാൽ, ഇവിടെ VHP വേദിയിലെ പ്രസംഗം VHPയുടെ അഭിഭാഷക സംഘടനയുടെ യോഗമാണ്. അതായത് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടേതുമായി അഭിഭാഷക സംഘടനകൾ ഉള്ളത് കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ആ രീതിയിലുണ്ട്. ഇത് VHP സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഡിസംബർ 8-ാം തീയതി ജസ്റ്റിസ് ശേഖർ യാദവ് 34 മിനിറ്റ് ആ പരിപാടിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ആ വിഷയം എന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡിന്റെ ഭരണഘടനാപരമായ ആവശ്യകത എന്നതായിരുന്നു. ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ബാക്കിയുള്ള മുഴുവൻ സമയവും ശേഖർ കുമാർ യാദവ് സംസാരിച്ചത്. പക്ഷേ അതിൽ മറ്റൊരു ഹൈക്കോടതി ജഡ്ജി, അലഹബാദ് ഹൈക്കോടതിയിലെ തന്നെ ദിനേശ് പഥക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തതാണ്. അപ്പോൾ ഇവിടെ ശേഖർ യാദവ് നടത്തിയ പരാമർശത്തോട് അത് അദ്ദേഹം ആ പദവിയിലിരുന്ന് നടത്താൻ പാടില്ലാത്ത പരാമർശമാണ് എന്ന് ആ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുത്ത ഡിസംബർ 2-ാം വാരത്തിലെ ചർച്ചയിൽ തന്നെ ഞാൻ അഭിപ്രായം പറഞ്ഞത് ഞാൻ അതിവിടെ ആവർത്തിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിലപാട് മാറ്റുന്ന ആളല്ലാത്തതുകൊണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷ ജനതയുടെ അതെനിക്കറിയില്ല, അത് ഓരോ താല്പര്യമല്ലേ. എന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റൂ. എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും. അല്ല, ഉണ്ണിസ്ഥാനം തർക്കിക്കണമെങ്കിൽ തർക്കിച്ചോ. ഞാൻ പറയാനുള്ളത് എനിക്ക് എന്റെ കാര്യത്തിൽ അതെനിക്കറിയില്ലല്ലോ. അറിയാൻ വയ്യാത്തൊരു ഫോറത്തിൽ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ ഇരിക്കുന്ന ഫോറത്തിലെ ആളുകളുടെ ഇന്റഗ്രിറ്റി കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എന്താണ് താങ്കൾക്ക് വ്രണപ്പെട്ടത്? മോഹൻ ഭാഗവത് കേരളത്തിൽ ഞാൻ പറഞ്ഞതാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ല. മോഹൻ ഭാഗവത് കേരളത്തിലുണ്ട്. പിണറായി വിജയൻ സർക്കാരിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ചെയ്യട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് താങ്കളെ പ്രകോപിപ്പിച്ചത്. അതിന് നിലപാട് മാറ്റുന്ന ആളല്ല. ഞാൻ എന്റെ കാര്യമേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലല്ല, അങ്ങനെ പറയണ്ട. താങ്കളൊരു വ്യക്തിയാണ്. വ്യക്തിപരമായി പറയാൻ പറ്റില്ല. അതുകൊള്ളാം. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നതിനുള്ള വ്യക്തിപരമായ അഭിപ്രായമാണ് നിലപാട് പറയാൻ. ഒരു മിനിറ്റ് സുജയ്ക്ക് സുജയുടെ അഭിപ്രായം പറയാം, എന്റെ നിലപാട് ഇതാണെന്ന് പറയാം. പക്ഷേ ബാക്കിയുള്ളവർക്ക് നിലപാട് സുജയ്ക്ക് നടത്താൻ ഞാൻ പറഞ്ഞു. സ്മൃതി പരുത്തിക്കാടിന് നിലപാടില്ല. ഒരാളുടെ വ്യക്തി പറയണ്ട എനിക്ക് അങ്ങനെ ഒരു നിലപാട് മാറ്റുന്ന രീതി ഇല്ല എന്ന് പറഞ്ഞാൽ ബാക്കി നിലപാട് മാറ്റുന്ന രീതി ഉണ്ട് എന്നൊരു വ്യാഖ്യാനം പറയാൻ പറ്റില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാക്കി മറുപടി പറയാനും എനിക്ക് താല്പര്യമില്ല. ചർച്ചയിലില്ല. ഇല്ല, ഞാൻ ഇത് നിങ്ങളുടെ തിട്ടൂരമനുസരിച്ച് ഞാനിപ്പോ പറയാണ്, ഞാൻ ആരുടെയൊന്നും കൈക്കൂലി വാങ്ങിച്ചും ഞാൻ ആരുടെയും ശുപാർശയ്ക്ക് അനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുന്ന ഒരാളല്ല. ബാക്കിയുള്ള ആളുകളുടെ കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് നടത്തണമെങ്കിൽ ആയിക്കോളൂ. നിങ്ങൾ എന്താണെന്ന് ജനം ജഡ്ജ് ചെയ്യും. ബാലകൃഷ്ണൻ സാർ എന്താണെന്നുള്ളത് ജനം ജഡ്ജ് ചെയ്യും. അല്ല, അതൊക്കെ ജഡ്ജ് ചെയ്തോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതിനകത്തൊന്നും എല്ലാവരെയും ജനം ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുക്കവുമല്ല. നമുക്ക് ചർച്ച തുടരാം. ആരും ആരുടെ അഭിപ്രായം വാല് പിടിക്കേണ്ട. അവനവന്റെ സ്വന്തം അഭിപ്രായം പറയാം. അതിനൊന്നും തന്നെ കുഴപ്പമില്ല. അതാണല്ലോ ഈ വേദിയുടെ പ്രത്യേകതയും. നമ്മുടെ ഈ ചർച്ചാ വേദിയുടെ ഞാൻ പറയൂ, നിങ്ങൾ പറയുന്നത് കേട്ടേ. സുജയുടെ അഭിപ്രായം തന്നെയാണ് സുജയ പറയേണ്ടത്. നമ്മൾ ആരും അഭിപ്രായം പറയാം. പക്ഷേ ബാക്കി
മറ്റുള്ളവർക്ക് നിലപാടില്ല എന്ന രൂപത്തിൽ ഒരു പ്രസ്താവന നടത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങൾ റീഡ് ചെയ്തതാണ്. അല്ല, റീഡ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്ന അല്ല അങ്ങനെ സംശയം ചോദിച്ചോട്ടെ. സുജയ പറഞ്ഞു 8-ാം തീയതി ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ നോക്കുന്നത്, ഞാൻ അങ്ങനെ എന്റെ നിലപാടുകൾ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു. 8-ാം തീയതി ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞ നിലപാട് മാറ്റിയോ? അല്ല, കണ്ടസ്റ്റ് ചെയ്യല്ല. പറഞ്ഞ അഭിപ്രായം ഞങ്ങളൊക്കെ പറഞ്ഞ അഭിപ്രായം ഒരു സെക്കൻഡ്. 8-ാം തീയതിയിലെ അഭിപ്രായത്തിന് മാറ്റം വരുത്തിയിട്ടില്ല. ഇവിടെ ആരും മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ അത് കണ്ടസ്റ്റ് ചെയ്യാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നിലപാട് അല്ലെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു 8-ാം തീയതിയിൽ എൻ്റെ നിലപാട് ഇതായിരുന്നു, അതിനകത്ത് ഞാൻ മാറ്റം പറ്റിയിട്ടില്ല. സുജി അത് പറഞ്ഞില്ല. ഞാൻ 8-ാം അല്ലല്ല ഒരു മിനിറ്റ് റിവൈൻഡ് ചെയ്യാം. അല്ലല്ല ഒരു മിനിറ്റ്. 8-ാം തീയതിയിലെ നിലപാടിൽ എൻ്റെ മാറ്റം വരുത്തിയില്ല. 8-ാം നിലപാടും കൂടെ പറഞ്ഞു പോയിക്കോളൂ. അല്ലെങ്കിൽ അത് മറ്റുള്ളവർ മാറ്റിയ പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ അത് മാറ്റിയ ശരി ശരി സുജി എന്റെ നിലപാട് ഞാനൊരു മാറ്റവും വരുത്തിയില്ല. അദ്ദേഹം അന്ന് പറഞ്ഞ പ്രസ്താവന ശരിയല്ല എന്നതായിരുന്നു എന്റെ നിലപാട്. അതിന്റെ കൂടെ മറ്റുള്ളവരുടെ നിലപാട് പോലെ പറയണ്ട. പറഞ്ഞില്ലല്ലോ. പിന്നെ ചർച്ചയിൽ ഒരാളെ മാത്രം അഡ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മറുപടി പറയണ്ട. സുജയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ സുജയ പറയുക. ഞാൻ ഒരിക്കലും ആയിക്കോട്ടെ, സുജയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ല പ്രഭാഷണ നല്ല കാര്യമാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്നെ അഡ്രസ് ചെയ്ത് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിലപാടല്ല സുജയ പറഞ്ഞത്. സുജയുടെ നിലപാടൊന്ന് പറഞ്ഞു. അതെനിക്കെതിരായിക്കോളും ഒരു കുഴപ്പമില്ല. ഇപ്പൊ സുജയും ഞാനും ഒരേ അഭിപ്രായം പങ്കുവെക്കുന്നേ ഇല്ല. ഈ വിഷയത്തിൽ സാർ പറഞ്ഞ ഒരു അഭിപ്രായവുമായും യോജിച്ചു പോകുന്ന നിലപാടല്ല എന്റേത്. അത് പറഞ്ഞു അങ്ങനെയല്ലേ അതിനെയല്ലേ ചർച്ച നമ്മൾ പറയുന്നത്. ഇല്ലെന്നേ ഒരു അസ്വസ്ഥതയില്ല. വ്യക്തത വരുത്താനൊന്നുമില്ല. ഞാൻ വ്യക്തമായ കാര്യം തന്നെയാണ് ഇവിടെ പറയാറുള്ളത്. അപ്പോൾ ഭൂരിപക്ഷ താല്പര്യമോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഭൂരിപക്ഷ താല്പര്യം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോകും എന്നാണ് അദ്ദേഹം ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടി, അതിലേക്ക് ഇനിഷ്യേഷൻ, അതൊക്കെ നടക്കുന്നു നമ്മൾ. പക്ഷേ അത് എത്രത്തോളം പോകുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവർ ഇടപെട്ടത് കൊണ്ടാണ്, പ്രേക്ഷകർ ക്ഷമിക്കുക, ഞാൻ ആ പറഞ്ഞു വന്നതിൻ്റെ ഒരു തുടർച്ചയിലേക്ക് എനിക്ക് എത്തേണ്ടതുമുണ്ട്. ഒരു ഹൈക്കോടതി ജഡ്ജി എന്ന നിലയ്ക്കല്ല താൻ സംസാരിക്കുന്നത്, മറിച്ച് ഭൂരിപക്ഷക്കാർക്കനുസരിച്ചാണ് നിയമം പ്രവർത്തിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ കാര്യമായാലും സമൂഹത്തിന്റെ കാര്യമായാലും ഭൂരിപക്ഷത്തിന്റെ സന്തോഷമാണ് പരിഗണിക്കപ്പെടുക. ഹിന്ദു ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള മുദ്രാവാക്യം കൂടി അദ്ദേഹം മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഭൂരിപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദു എന്ന് തന്നെയാണ്. ഏക് രഹേംഗെ തോ സേഫ് രഹേംഗെ എന്നുള്ള ആ മുദ്രാവാക്യം അദ്ദേഹം പറയുന്നതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ ഇപ്പോൾ കൊളീജിയം വിളിച്ച് വിശദീകരണം ചോദിച്ചാലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് ശേഖർ കുമാർ യാദവ് പറയുകയാണ്. അതിൽ അദ്ദേഹം മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞ ഭാഗം, കട്മുല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഭാഗം, അവർ ഈ രാജ്യത്തിന് അപകടമാണ്, അതൊരു ഹൈക്കോടതി ജഡ്ജി ആയിരുന്നുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരന് പറയാം, ഒരു BJP-കാരന് പറയാം, ഒരു RSS-കാരന് പറയാം, അവരങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഞാൻ വ്യക്തിപരമായി അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ അന്നും എടുത്ത നിലപാട്, അതാണ് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹം ഇടപെട്ടത്. ഇനി ഈ മൃഗങ്ങളെ കൊല്ലുന്നത് കണ്ടു വളരുന്ന ആളുകളെല്ലാം കൊലപാതകികളാകും, അങ്ങനെ ആ രീതിയിലുള്ള ഒരു ടേക്ക് ആ വിഷയത്തിൽ അദ്ദേഹം എടുത്തത് ശരിയല്ല എന്നതും എൻ്റെ അഭിപ്രായമാണ്. പിന്നെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതുപോലെ ഏകീകൃത സിവിൽ കോഡും നടപ്പാക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന ടേക്ക്. അതിൽ തുടരും, ആ അഭിപ്രായത്തിൽ ഒരു മാറ്റവുമില്ല എന്നതാണ് ആ വിഷയത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിശദീകരണ കുറിപ്പ് വായിച്ചു നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. ആ വിശദീകരണ കുറിപ്പിലും അത് തന്നെയാണ് പറയുന്നത്. ജസ്റ്റിസ് ശേഖർ യാദവിൻ്റെ മുൻകാല പ്രസ്താവനകൾ, മുൻകാല വിധിന്യായങ്ങൾ, അതേക്കുറിച്ചൊക്കെ ഇവിടെ പലപ്പോഴും പരാമർശിച്ച് കേട്ടു. അദ്ദേഹത്തെ ഒരു വിദ്വേഷ പരാമർശങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ന്യായാധിപൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവോ എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നുമില്ല. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുണ്ട് എന്ന തരത്തിൽ ഇവിടെ ആൻഡ്രോ സാറ് സൂചിപ്പിച്ചു. യജ്ഞം നടക്കുന്ന സമയത്ത് പശുവിൻ പാലിൽ നിന്നുണ്ടാക്കുന്ന നെയ്യ് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം അടക്കമുള്ളവ അങ്ങ് ഇവിടെ ഉദ്ധരിച്ചതോടെ ഞാൻ അതിലേക്ക് കൂടി പോവുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് ഒരു ആചാരമാണ്, അങ്ങനെയുള്ള ആചാരങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു വ്യക്തമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഈ പഞ്ചഗവ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കേവലം ചാണകത്തെക്കുറിച്ച് മാത്രമല്ല, പഞ്ചഗവ്യം എന്ന് പറയുന്നത്
പറയുന്നത് പശുവിൻ്റെ പാലും തൈരും നെയ്യും ഗോമൂത്രവും ചാണകവും ഈ 5 സാധനങ്ങൾ ചേരുന്നതാണ് പഞ്ചഗവ്യം. ആ പഞ്ചഗവ്യത്തെക്കുറിച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ആ വിധിയിൽ സൂചിപ്പിച്ചത് എന്നുള്ളതാണ് ആ വിധിന്യായത്തിൻ്റെ ഭാഗങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ചിലയിടങ്ങളിൽ പ്രാദേശികമായി ചില വൈദ്യന്മാരൊക്കെ കൊടുക്കുന്ന മരുന്നുകളായും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആ വിധിന്യായത്തിൽ റെഫർ ചെയ്തത്. അതുകൊണ്ട് മാത്രം അദ്ദേഹം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു ന്യായാധിപനായി മാറുന്നു എന്നുള്ള ഒരു പൊതുവൽക്കരണത്തോട് എന്തായാലും എനിക്ക് താല്പര്യമില്ല. ഇതിലിപ്പോൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഈ കൊളീജിയത്തിന് മുൻപാകെ ഹാജരായപ്പോൾ ഈ പൂർണ്ണരൂപം ഈ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപമൊക്കെ കൊളീജിയം ശേഖരിച്ചതാണ്. മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് തേടിയതാണ്. അതായത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വിശദമായിട്ടുള്ള വിശദീകരണങ്ങളെല്ലാം കോടതിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. പറഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞോട്ടെ, യജ്ഞങ്ങൾ നടത്തുന്ന സമയത്ത് പശുവിൻ പാലിൽ നിന്നുണ്ടാക്കുന്ന നെയ്യ് ഉപയോഗപ്പെടുന്നത് ഇന്ത്യയുടെ ഒരു ആചാരമാണെന്നും ഇത് സൂര്യപ്രകാശത്തിന് പ്രത്യേകം ഊർജ്ജം നൽകുന്നു, ഇത് ആത്യന്തികമായി മഴയ്ക്ക് കാരണമാകുന്നു. ഉത്തരവിൽ ജഡ്ജി പറയുന്ന കാര്യമാണ് പശുവിൻ്റെ പാല്, നെയ്യ്, തൈര്, മൂത്രം, ചാണകം കൊണ്ട് നിർമ്മിക്കുന്ന പഞ്ചാംഗം പഞ്ചഗവ്യം ഭേദമാകാത്ത നിരവധി രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. ഇത് കോടതി എന്നിട്ട് പറയുന്ന ഒരു പശുവിൻ്റെ ജീവിതകാലത്ത് 400-ലധികം മനുഷ്യർക്ക് പാൽ നൽകണം, എന്നാൽ അതിൻ്റെ മാംസം 80 പേർക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ പറയുന്നതാണ് വിധി എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിന് പശുവിൻ്റെ പാലിൽ നിന്നാണ് ഇത് എന്താണ് ഊർജ്ജം കിട്ടുന്നത് എന്നൊക്കെ പറയുന്ന ജഡ്ജിയെ കുറിച്ചിട്ട് എന്ത് പറയാനാണ്? ഒരു വിധി പ്രസ്താവനത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ഇനി ഇന്ത്യ ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി രാജ്യം ഏതാ? ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന സംസ്ഥാനം ഇതൊരു ചോദ്യത്തിന് ഉത്തർപ്രദേശ്, രാജ്യം ഇന്ത്യ. ഈ ബീഫ് കയറ്റി അയക്കുന്ന കമ്പനികൾ ആരുടേതൊക്കെയാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പർട്ടിക്കുലറായ ആളുകളെ ഉദ്ദേശങ്ങൾ പറയുന്നത് നിലപാട് ബിജെപിക്കെതിരാണ് നിലപാട്. മൂന്നാം വട്ടവും ഇന്ത്യ ഭരിക്കുന്നു. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. 240 സീറ്റാ. പിന്നെ നിതീഷ് കുമാറും പിന്നെ ചന്ദ്രബാബു നായിഡും കൂടി 450 സീറ്റ്. 400 പാർ എന്ന് പറഞ്ഞിട്ട് വാദവും നിർത്തി. എന്തായാലും കൂട്ടുചേർന്ന് ഇത്രയും എതിർത്തിട്ട് നരേന്ദ്രമോദിക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഭരിക്കുന്നില്ല, ഒറ്റയ്ക്കല്ലോ എന്ന് മാത്രമല്ല ബിജെപി എന്ന് പറയുന്നുമില്ല നരേന്ദ്രമോദി. മാത്രമല്ല ബിജെപിയുടെ ഒരു സമ്മേളനം വിളിച്ചു. നരേന്ദ്രമോദി എന്ന പേരെങ്കിലും പറയുന്നുണ്ടല്ലോ. അത് സമ്മേളനം വിളിച്ചേ ബിജെപി എംപിമാരുടെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചില്ല കേട്ടോ. NDA ആണ് വിളിച്ചത്. അതൊരു മുന്നണിയാണ്. ഇന്ത്യ മുന്നണി എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടിയോജിപ്പിച്ച് വെച്ചിട്ട് അങ്ങേരെ കുറിച്ചൊക്കെ പറ. 4 വശത്തേക്ക് ചിതറുകയാണ്. ആം ആദ്മി പാർട്ടി എന്താ പറഞ്ഞത്? ബിജെപിയും കോൺഗ്രസും ഒന്നാണെന്ന്. അതൊക്കെ ഒന്ന് ആദ്യം സെറ്റിലാക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദില്ലിയിലാണല്ലോ. അല്ല, അങ്ങയുടേതാണല്ലോ ഇന്ത്യ മുന്നണി. അല്ലല്ല, നമുക്ക് ഇപ്പൊ നിങ്ങൾ അങ്ങനെ പതിച്ചാൽ അങ്ങനെ പതിച്ചോട്ടെ, അതും കുഴപ്പമില്ല. ഇപ്പൊ ഇന്ത്യ മുന്നണി രാജ്യത്ത് മനോഹരമായ മുന്നണിയാണെന്ന് മാത്രമല്ല ഏറ്റവും നല്ല മുന്നേറ്റവും അവരുണ്ടാക്കി. അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വയനാട്ടിൽ ലീഗ് ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം. അങ്ങനെയൊന്നുമല്ല, അത് എല്ലായിടത്തും മുന്നണി രാഷ്ട്രീയമല്ലേ ഉള്ളത്. ആ മുന്നണി രാഷ്ട്രീയത്തിലല്ലേ? അതാണ്, എല്ലായിടത്തും മുന്നണി രാഷ്ട്രീയമാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് NDAയും. അത് വരുമ്പോഴത്തേക്ക് NDA ആണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കില്ല, BJP ആണെങ്കിൽ അംഗീകരിക്കില്ല. ഇന്ത്യ മുന്നണി സുന്ദരമായ മുന്നണി, അതിലെ ഓരോ കക്ഷിയും സുന്ദരമായ ഈ രാജ്യം ഭരിക്കുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞാലും അത് സത്യമല്ല. സത്യമല്ല. അപ്പൊ പിന്നെ സാമാന്യ ബോധമുള്ള ആള് അല്ല, കുറഞ്ഞ വർഷം സാമാന്യ ബോധമുള്ള ഒരാളായിട്ടെങ്കിലും കാണണം. സാമാന്യ ബോധമുള്ള ഒരാളായിട്ടെങ്കിലും ഒരുപാട് ആശിക്കുന്നുണ്ടായിരുന്നു നരേന്ദ്രമോദി വീണ്ടും വരാതിരിക്കാൻ. എന്തോ നടന്നില്ല. ആ നിരാശ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. എനിക്കൊരു നിരാശയില്ല, സന്തോഷമല്ല. കാരണം വെച്ചാൽ ഇന്ത്യയിലെ ജനത 240 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് BJPയെ ചുരുക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? അപ്പോ അത് വലിയ നേട്ടമായിട്ട് അധികാരത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തിച്ചില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായില്ല, ഭാവി പ്രധാനമന്ത്രിയായി ഇപ്പോഴും ഇപ്പുറത്തിരിക്കുകയാണ്. അല്ല, അത് ശരിയാണ്. അത് ഭാവി പ്രധാനമന്ത്രി എന്ന് പോലും ഞാൻ പറയത്തില്ല കേട്ടോ. പ്രതിപക്ഷം അത് ഉറപ്പില്ല. ഭാവി പ്രധാനമന്ത്രി അതെന്ത് കാര്യത്തിനാ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം BJPയും BJP പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ സംഘപരിവാർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനും എതിരാണ്. അത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലാന്ന് അംഗീകരിക്കാത്ത ഒരാളാണ് ഞാൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം. അത് കാണാതിരിക്കാൻ പറ്റുമോ എനിക്ക്?
ചോദിക്കൂ. ഇന്ത്യ ഭരിക്കുന്ന മുന്നണിയല്ലേ ഇനിയിപ്പോൾ ഈ മുന്നണി കൊണ്ടുവന്ന ഈ കൊളീജിയം വിളിച്ചു വരുത്തുന്നു. അതുപോലെ തന്നെ ഇംപീച്ച്മെന്റ് നടക്കുമോ എന്നുള്ളതാണ്. ഇംപീച്ച്മെന്റ് ഇനിയിപ്പോൾ 3 അംഗ സമിതിക്ക് വിടണം, പ്രമേയം പാസ്സാകണം, അതൊന്നും നടക്കില്ല എന്ന് അങ്ങ് തന്നെ പറയുന്നത് കൊണ്ട് അതേക്കുറിച്ച് വലിയ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ ഇതിലെന്താണ് ഈ ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റിഫോംസ് CJMR കൊടുത്തിരിക്കുന്ന പരാതി, ആ പരാതി ചീഫ് ജസ്റ്റിസിന് മുന്നിലുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കൊടുത്തിരിക്കുന്ന കത്ത് അവിടെ മുന്നിലുണ്ട്. ഇതിലൊക്കെ തുടർ നടപടികൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നതിനെക്കുറിച്ചൊന്നും അങ്ങും പറഞ്ഞു കേട്ടില്ല. ഡിസംബർ 8-ാം തീയതി ഉണ്ടായ പ്രസംഗമാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ജനുവരി 17-ാം തീയതിയാണ്. എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾക്കൊന്നും ഒരു വേഗം ഉണ്ടാകുന്നില്ല എന്നതും ഒരു വിഷയം തന്നെയല്ലേ? അപ്പോൾ ഈ ഒരു ശേഖർ കുമാർ യാദവ് മാത്രമാണോ RSSനെയും നരേന്ദ്രമോദിയെയും അങ്ങ് പറഞ്ഞതുപോലെ യോഗി ആദിത്യനാഥിനെയും ഒക്കെ സ്വീകരിച്ച് നിൽക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ കറക്റ്റാ പറയാറുള്ളത്. വേഗത്തിൽ ഈ നടപടികൾ നടക്കാതിരിക്കുന്നത് സ്വാധീനത്തിലാണെന്ന് ഞാൻ പറയട്ടെ. എന്തുകൊണ്ട് കൊളീജിയത്തിൽ നിന്ന് ഇതിൽ കൃത്യമായ ഒരു തുടർ നീക്കം ഉണ്ടാകുന്നില്ല? അത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ടാകുന്ന ചോദ്യമാണ്. ഉണ്ടായി സുജയ. ജനുവരി 9-ാം തീയതി ഒരു ഇനിഷ്യേഷൻ നടത്തുകയും അവരെ അതിന്റെ ഭാഗമായിട്ട് അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബെൻസാലിൽ നിന്ന് ഇതിന്റെ ഒരു വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ആവശ്യം ഈ പ്രൊസീജിയർ ഒന്നും എടുപിടിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പൊ ആ ഇൻഹൗസ് ഇൻക്വയറി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അരുൺ ഭൻസാലി ശേഖർ യാദവിനോട് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയിൽ എന്താണ് പറഞ്ഞത്? എന്റെ പ്രസംഗം ഒരു മതവിഭാഗത്തെയും അവഹേളിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് സമൂഹത്തിലെ ഭൂരിപക്ഷത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മറുപടി എങ്ങനെയാണ്? സമൂഹത്തിലെ ഭൂരിപക്ഷത്തെക്കുറിച്ചാണ്. അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി വിശദീകരിക്കാം. അദ്ദേഹം മുസ്ലിം പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, ഞാൻ എന്താ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വേറെ അങ്ങനെ വ്യാഖ്യാനിക്കൂ വേണ്ട. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഉണ്ണിസാർ പറഞ്ഞതുപോലെ ഭരണഘടനാ വിരുദ്ധമായ പരാമർശങ്ങൾ, അതായത് ഒരു ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു മതത്തെ സ്പെസിഫൈ ചെയ്ത തരത്തിലൊരു പരാമർശം നടത്താൻ പറ്റുമോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞതിൽ ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ല. പറയുന്നത് ഒരു ജഡ്ജിയാണ്. ഭരണഘടനയെക്കുറിച്ച് പൂർണ്ണമായും ബോധ്യമുണ്ടാകേണ്ട ഒരു ജഡ്ജി പറയുന്നു ഞാൻ പറഞ്ഞതിൽ അങ്ങനെയില്ല, ഭരണഘടനാ വിരുദ്ധമായിട്ടല്ല ഞാൻ പറഞ്ഞത് എന്ന് അദ്ദേഹം അടുത്ത മറുപടിയിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് കണ്ടസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ജഡ്ജിമാരെ പ്രതിരോധിക്കേണ്ടത് ജുഡീഷ്യൽ ഫ്രട്ടേണിറ്റിയിലെ മുതിർന്ന അംഗങ്ങളുടെ കടമയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെയാണ് മറ്റ് ജഡ്ജിമാരുടെ അഭിപ്രായം എന്താണ്? ഈ ഫ്രട്ടേണിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും പെടുമല്ലോ, കേരളത്തിൽ നിന്നടക്കമുള്ള എല്ലാവരും പെടുന്നതാണല്ലോ ആകെ ഈ ഫ്രട്ടേണിറ്റി എന്ന് പറയുമ്പോൾ. അതിൽ എന്തുകൊണ്ടാണ് കൂടുതൽ അഭിപ്രായങ്ങൾ വരാതിരിക്കുന്നത്? താങ്കൾ പറഞ്ഞതുപോലെ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജസ്, അവരുടെ പോലും അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വരുന്നില്ലല്ലോ. എന്തുകൊണ്ട് കാണുന്നില്ല? മാത്രമല്ല, ഇത് എവിടെയാണ് വേറൊരിടത്ത് സജീവ ചർച്ചയായി നിൽക്കുന്നത്? ഈ പരാമർശങ്ങൾ എവിടെയാണ് സജീവ ചർച്ചയായി? മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു വനിതയുണ്ട്, അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അവർ വന്നിട്ട് ദേശീയ മാധ്യമങ്ങളിൽ തന്നെ വന്ന് പറഞ്ഞത് ഇങ്ങനെ തുടരാൻ അനുവദിക്കരുത് എന്നാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്ന് മാത്രമല്ല അവർ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം മണിപ്പൂരിലെ ശരിക്കും പറഞ്ഞാൽ മണിപ്പൂരിൽ ഈ കലാപത്തിനിടയാക്കിയത് അന്നത്തെ അവിടുത്തെ ഒരു ജഡ്ജിയുടെ ജഡ്ജ്മെന്റ് ആണല്ലോ. ആ ജഡ്ജ്മെന്റിൽ നിന്നാണല്ലോ സംവരണവുമായി ബന്ധപ്പെട്ട കലാപം ഉണ്ടാകുന്നത്. ആ ജഡ്ജി അവിടുന്ന് സ്ഥലം മാറ്റി, അവിടുന്ന് അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്തു. ആ രീതിയിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പഴയ ജഡ്ജിമാർ തന്നെ ഇത്തരത്തിലൊരു ജഡ്ജി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ശരി, ജുഡീഷ്യൽ ഫ്രട്ടേണിറ്റിയുടെ പൂർണ്ണമായ ഒരു എതിർപ്പ്, ഇങ്ങനെ പറഞ്ഞ ഈ ജഡ്ജ് തുടരാൻ അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ അസോസിയേഷനുകൾ ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ബാർ അസോസിയേഷൻ കേസ് കൊടുത്തിരിക്കുന്നു. നമ്മളിപ്പോൾ ഇരിക്കുമ്പം ഏറ്റവും രാജ്യത്തെ ഇന്ദിരാ ജയ്സിംഗ് അടക്കമുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകർ കൊടുത്തിരിക്കുന്നു. അതായത് അഭിഭാഷകരുടെ, അതുപോലെ തന്നെ പ്രശാന്ത് ഭൂഷൺ എല്ലാവരും ബഹുമാനിക്കുന്ന റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അദ്ദേഹമാണ് ആദ്യം ഇതിൽ ഇടപെടുന്നതും ഇക്കാര്യം ശരിയല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതും ചീഫ് ജസ്റ്റിസിന് കത്തെഴുതുന്നതും അദ്ദേഹമാണ്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം മുന്നിലുണ്ട്. അപ്പോൾ ഇതിൽ വീണ്ടും നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. ചെയ്യേണ്ടത് എവിടെയാണ്? ഇംപീച്ച്മെന്റിലൂടെയാണ് പുറത്താക്കേണ്ടത്. അതിനായി പ്രമേയം കൊണ്ടുവരണം, പ്രമേയം പാസ്സാക്കണം, അതിനനുസരിച്ച് വേണം അദ്ദേഹത്തെ പുറത്താക്കാൻ. അതുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് ശേഖർ കുമാർ യാദവിന് വ്യക്തമായി അറിയാം എന്നതാണ് അദ്ദേഹം ഈ അഭിപ്രായം ആവർത്തിക്കുന്നതിലൂടെ എനിക്ക് ബോധ്യപ്പെടുന്നത്. തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താം. അത് കറക്റ്റാണ്. 100% ശരിയാ. കാരണം കൊളീജിയത്തിന് അധികാരമില്ല. കോൺസ്റ്റിറ്റ്യൂഷണലി കൊളീജിയത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശാസിക്കാം എന്നുള്ളതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല. റിപ്പോർട്ട് കൊടുക്കാം, ഗവൺമെന്റിനോട് പറയാം നടപടി സ്വീകരിക്കണം. പക്ഷെ അപ്പോഴും നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് പാർലമെന്റ്. അതുകൊണ്ട് ഇപ്പോൾ ശേഖർ കുമാർ യാദവിന് അറിയാം തനിക്ക് ഒരു വർഷം കൂടിയുള്ള ആ ഒരു വർഷത്തിനിടയിൽ ഇതൊന്നും പാസ്സാക്കാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ മറുപടി കൊടുത്തത് എന്ന് പറയാനാണ് ഞാൻ വന്നത്. അതിന് മുൻപ് തന്നെ നിങ്ങളൊക്കെ അതിനുള്ള ഒരു കാര്യം എന്ന് പറയാം. അപ്പൊ അത് ഭരണഘടനയെ വെല്ലുവിളിക്കുക.
പറയട്ടെ പൂർത്തിയാക്കട്ടെ. അപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്ന ഇടത്താണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ഭരണഘടനാ പരമായി നോക്കുമ്പോൾ അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ പാർലമെന്റിൽ കഴിയണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകൂ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. ഇനി RSS മേധാവി മോഹൻ ഭാഗവതിലേക്ക് വരാം. മോഹൻ ഭാഗവത് പറഞ്ഞത് എന്താണ്? അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണ് ഇന്ത്യക്ക് ശരിയായ സ്വാതന്ത്ര്യം കിട്ടിയത്, അതുകൊണ്ട് അത് പ്രതിഷ്ഠാ ദ്വാദശി എന്ന പേരിൽ ആഘോഷിക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ രാമക്ഷേത്രത്തിനായി നടത്തിയ ശ്രമങ്ങൾ വേറെ ആരെയെങ്കിലും ഹർട്ട് ചെയ്യുന്ന തരത്തിൽ രാമക്ഷേത്ര നിർമ്മാണ വേളയിൽ, ഞാൻ കേസിനെ കുറിച്ചല്ല പറയുന്നത്, കേസിനെ കുറിച്ചുള്ളത് എൻ്റെ വ്യത്യസ്തമായ അഭിപ്രായമാണ്, പക്ഷേ ഇതിൽ ഈ രാമക്ഷേത്ര നിർമ്മാണ വേളയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റോ എന്തെങ്കിലും ആ ഭാഗത്ത്, ആ പ്രതിഷ്ഠാ നിർമ്മാണം നടന്നയിടത്ത്, ക്ഷേത്രം പണിതയിടത്ത് കണ്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമോട് നിൽക്കുന്നുണ്ട്. അതിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ സ്വത്വത്തെ ഉയർന്നെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി, അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണ് എന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണുള്ളത്. അത് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രമായി നിലനിൽക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് 5000 വർഷം മുമ്പുള്ള ഇന്ത്യയുടെ ഒരു പാരമ്പര്യം ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളെക്കാൾ പ്രധാനം ജനങ്ങളുടെ ഉപജീവനമല്ലേ എന്നുള്ള മറുചോദ്യം വരും. ആ മറുചോദ്യത്തോട് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ഗരീബി ഹഠാവോ, ഈ മുദ്രാവാക്യമൊക്കെ മുഴക്കിയിട്ട് സോഷ്യലിസം ഒക്കെ കൊണ്ടു നടന്നിട്ട് ഈ പ്രത്യയശാസ്ത്രമൊക്കെ സൂക്ഷിച്ചിട്ട് രാജ്യം എവിടെ വരെ എത്തിയെന്നുള്ള മറുചോദ്യം ചോദിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് മോഹൻ ഭാഗവത്. അപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലൂടെയാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തിലേക്ക്, ഭാരതീയമായ ആ പാരമ്പര്യത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് പറയാൻ RSSന്റെ മേധാവി എന്ന നിലയിൽ അവരുടെ ആശയം എന്താണ്, അവർ പിൻപറ്റുന്ന ആദർശം എന്താണ്? അതിനനുസൃതമായ ഒരു പ്രസ്താവനയാണ് മോഹൻ ഭാഗവത് നടത്തിയത്. അത് ഉണ്ണിസാർ എതിർത്തത് കൊണ്ട്, ഉണ്ണിസാറാണല്ലോ ആ വിഷയം തുടങ്ങിയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ പേര് ഉപയോഗിക്കുന്നത്, വിയോജിപ്പില്ല എന്ന് കരുതുന്നു. അപ്പോൾ ഉണ്ണിസാർ പറഞ്ഞതുകൊണ്ട് ആ അഭിപ്രായം അദ്ദേഹം മാറ്റാൻ പോകുന്നില്ല, RSS മാറ്റാൻ പോകുന്നില്ല. അങ്ങേക്ക് എതിർക്കാം, പക്ഷെ അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഡോക്ടർ മോഹൻ ഭാഗവത് ആ അഭിപ്രായം മാറ്റാൻ പോകുന്നുമില്ല. അല്ല, അതിനകത്തൊരു പ്രശ്നം എന്താ പറയുക സുജയ, ഒറ്റ കാര്യമുള്ളൂ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കലാപങ്ങളും മനുഷ്യരുടെ കൊലപാതകത്തിനും വഴിവെച്ചൊരു വിഷയമാണ് രാമജന്മഭൂമി ബാബറി മസ്ജിദ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഗോധ്ര തീവണ്ടിയിലെ കർഷകരെ കൊല്ലുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സംസ്ഥാനം നിന്ന് കത്തിയത് അല്ലേ? നമ്മൾ ഈ ഗർഭിണിയുടെ വയറ് പിളർന്ന് കുന്തത്തിൽ ഭ്രൂണത്തെ പൊക്കിയെടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ കുത്തിയെടുക്കുന്ന അതെ അത് ഉയർത്തിപ്പിടിച്ച ഒരു അത്രയും വലിയ കലാപങ്ങൾ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് രാമജന്മഭൂമി ബാബറി മസ്ജിദ്. ഞാൻ പറഞ്ഞല്ലോ കേസ് വരെയുള്ള കാര്യം അവിടെ, ഞാൻ ക്ഷേത്ര നിർമ്മാണ വേളയിൽ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഒരു ഈ രാമജന്മഭൂമി ക്ഷേത്രത്തിന് തറക്കല്ലിട്ടിട്ട് അവിടുന്ന് തുടങ്ങുന്ന ഒരു പ്രശ്നമല്ല അത്. അത് ക്ഷേത്രം അവിടെ രാമനെ അവിടെ വെച്ച് ആരാധിക്കുന്നത് കൊണ്ട് അവസാനിക്കുന്ന ഒരു അധ്യായവുമല്ല അത്. ഒരിക്കലും ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിനുള്ള പങ്ക് തള്ളിക്കളയാനും കഴിയില്ല. അയ്യോ, സംശയമില്ല. 1992 ഡിസംബർ 6-ാം തീയതി ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ നരസിംഹറാവു സർക്കാർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നരസിംഹറാവു സർക്കാർ അതിന് നിശബ്ദ സാക്ഷിയായിരുന്നു. ഇല്ല, നടക്കുമായിരിക്കും, ചിലപ്പോൾ നടക്കില്ലായിരിക്കും. ഇപ്പൊ കല്യാൺ സിംഗ് അവിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അന്ന് ആവശ്യപ്പെട്ടത് വലിയ ഫോഴ്സിനെ അങ്ങോട്ട് വിടണമെന്നാണ് ആവശ്യപ്പെട്ടത്, ഒന്നും ചെയ്തില്ല. നരസിംഹറാവു ഒരു കാര്യം ചെയ്തത് മാത്രമല്ല, നിലപാടെടുത്തത് ലാലു പ്രസാദ് യാദവും ബാക്കി മുലായം സിംഗ് യാദവ് അടക്കമുള്ള മറ്റ് സോഷ്യലിസ്റ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി വേറെ കാര്യം കൂടി പറയാം. ഈ പറയുന്ന നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്താണ് ഈ ആരാധനാലയ നിയമം കൊണ്ടുവരുന്നത്. ആരാധനാലയ നിയമം കൊണ്ടുവരുന്നത് എന്തിനാണ്? 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഓരോ ആരാധനാലയങ്ങളും എന്തായിരുന്നു അതിൻ്റെ തൽസ്ഥിതി തുടരണം എന്നാണ് ആരാധനാലയ നിയമം SB ചവാൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പാർലമെൻറ്റ് അവതരിപ്പിച്ചത്. ഒരു കാര്യത്തിനകത്ത് മാത്രമാണ് ആ ബില്ലിൽ പ്രത്യേകമായ പരാമർശം ഉണ്ടായിരുന്നത്. അതിൽ അയോധ്യ ഉൾപ്പെടുത്തിയിട്ടില്ല. നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്ന ബില്ലാണ് ഞാൻ ഈ പറയുന്നത്. ഏത് വിഷയത്തിൻ്റെ മേലാണോ ഈ പറയുന്ന ആരാധനാലയ നിയമം കൊണ്ടുവന്നത്, ആ പ്രധാനപ്പെട്ട വിഷയത്തെ അഭിസംബോധന ചെയ്യാത്ത ബില്ലാണ് കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് അതിനകത്ത് പങ്കുണ്ട്, ഒരു സംശയമില്ല. കോൺഗ്രസ് നിശബ്ദ സാക്ഷികളായിരുന്നു. പക്ഷേ രാമജന്മഭൂമി എന്ന് പറയുന്നതിൻ്റെ, ആ രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് ആണ് യഥാർത്ഥ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളായിട്ടുണ്ട്. രാജ്യത്തുടനീളം വലിയ കലാപമായിട്ടുണ്ട്. ഒരു കാര്യത്തിൽ കൂടെ ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ, ആ സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ല. 1947 ഓഗസ്റ്റിനേക്കാൾ വലുതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയട്ടെ, അത് അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ്. അദ്ദേഹം പറഞ്ഞതാണ് വിദേശ ആധിപത്യത്തിന് മേൽ ഭാരതത്തിന്റെ പരമാധികാരം വിജയം നേടിയതിന്റെ പ്രതീകമാണ് രാമക്ഷേത്രം എന്നുള്ളത്. RSSന്റെയും ഡോക്ടർ മോഹൻ ഭാഗവതിന്റെയും ഒക്കെ പ്രഖ്യാപിത നിലപാടാണ്. അത് ആവർത്തിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത.
അത് ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു, അത് ഞാൻ തിരക്കൂട്ടില്ല, അത് അംഗീകരിക്കുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാനും സുജിയായിട്ടാണല്ലോ സംസാരിക്കുന്നത്, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1947 ഈ ലക്ഷക്കണക്കിന് മനുഷ്യർ, ജാലിയൻ വാലാബാഗ് അടക്കമുള്ള വലിയ രക്തസാക്ഷിത്വങ്ങളുണ്ടായി, ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ ജീവൻ ത്യജിച്ച് പട്ടിണി കിടന്ന് ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യമാക്കുന്നു. ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കാൾ യഥാർത്ഥ സ്വാതന്ത്ര്യം ഇപ്പോഴാണ് ലഭിച്ചിരിക്കുന്നത്, അത് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലൂടെയാണ് എന്ന് പറയുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ നമ്മളെങ്ങനെ കാണുന്നു? ഈ രാജ്യത്തെ കോടാനുകോടി മനുഷ്യർ അനുഭവിച്ച പീഡനങ്ങൾ നമ്മളെങ്ങനെ കാണുന്നു? അതൊക്കെ ഒരു വലിയ വിഷയമല്ല. അതൊന്നും അണ്ടർമൈൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയതെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങയുടെ വ്യാഖ്യാനം മാത്രമാണത്. എല്ലാം ഭൂരിപക്ഷ താല്പര്യമോ എന്നതിൽ എല്ലാം ഭൂരിപക്ഷ താല്പര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിന്റെ പ്രതിഫലനമാണ്. നമ്മൾ നേരത്തെയും ശേഖർ കുമാർ യാദവിന്റെ വിഷയം ചർച്ച ചെയ്താണ്. അന്ന് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി കൊളീജിയം ഇതിൽ വിശദീകരണം തേടുകയാണ് ചെയ്തത്. അന്ന് അലഹബാദ് ഹൈക്കോടതിയോട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു, അതിൻ്റെ വീഡിയോ അടക്കം ആവശ്യപ്പെടുകയായിരുന്നു. ആ വീഡിയോ നൽകി. അതിനുശേഷം കൊളീജിയം ജഡ്ജിയെ ശേഖർ കുമാർ യാദവിനെ വിളിപ്പിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു വിശദീകരണം അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഇപ്പോൾ ജഡ്ജി ശേഖർ കുമാർ യാദവ് നൽകിയിരിക്കുന്ന പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ നിലപാടെടുക്കാനുള്ള ഒരു ധൈര്യം ഈ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഭരിക്കുന്ന UP മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അന്ന് പരസ്യമായി തന്നെ UP മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്ന ജഡ്ജിക്ക് ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ അതിൽ നിന്ന് വിരുദ്ധമായ വിധികൾ പുറപ്പെടുവിച്ചിട്ടുള്ള ജഡ്ജിയാണ്. ഇതിൽ സുപ്രീം കോടതി കൊളീജിയത്തിന് നടപടികൾ എടുക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. പക്ഷേ അതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാവുന്ന ഒരു കാര്യം, അത് ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുള്ളതെന്നാണ്, പ്രധാനപ്പെട്ട കേസുകൾ കൊടുക്കാതിരിക്കാം. ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ കേസുകൾ കൊടുക്കാതെ കേസില്ലാ ജഡ്ജിയായി മൂലക്കിരുത്താവുന്ന ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതിക്ക് നീങ്ങാൻ പറ്റും. അത് ഇതിനകം ചെയ്തു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിലും വലിയ താല്പര്യങ്ങൾ, അതിനും വലിയ അംഗീകാരം ഒരു പക്ഷേ അതിന് അദ്ദേഹത്തെ വിരമിച്ച ശേഷം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ മുൻപും കണ്ടിട്ടുള്ളത്. നേരത്തെ ഇപ്പോൾ അയോധ്യ വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാരുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച ചന്ദ്രചൂഡ് ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം ഇത്തരത്തിലുള്ള പരിഗണന ലഭിച്ചു കഴിഞ്ഞു. ഇനി ചന്ദ്രചൂഡിനെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. അദ്ദേഹം അവസാനമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഗണപതി പൂജയ്ക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചടക്കമുള്ള കാര്യം നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഒരു പക്ഷേ ഒരു ഇടവേള എടുത്ത ശേഷം ഈ തരത്തിലുള്ള പ്രധാന സ്ഥാനത്തേക്ക് അദ്ദേഹം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനുള്ള പ്രത്യയശാസ്ത്രം ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം താല്പര്യം സംരക്ഷിക്കേണ്ടതാണ്, അത് ചെറിയ ന്യൂനപക്ഷത്തെ അവഗണിക്കേണ്ടതാണ് എന്ന രൂപത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്നുള്ളത് ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് മതപരമായി ഭരണം നടത്തുന്ന എല്ലാ രാജ്യങ്ങളും കാണുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ എടുത്താലും ബംഗ്ലാദേശ് എടുത്താലും അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമില്ല. അവിടെ രണ്ടാംകിട പൗരന്മാരാണ്. അത് തന്നെ ഇവിടെയും നടപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഭരിക്കുന്നവരുടെ ആഗ്രഹം. നെഹ്റുവും ഗാന്ധിയും അംബേദ്കറും ഇന്ത്യക്ക് മതേതര ജനാധിപത്യ ഭരണഘടന ഉണ്ടാക്കിയത് അങ്ങനെ ആകരുത് എന്ന ഉദ്ദേശത്തിലാണ്. അപ്പോൾ നേർ വിപരീതം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ജഡ്ജിമാർ തന്നെ അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു. അത് കോടതി വളപ്പിൽ തന്നെ നടത്തുന്നു. അതിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ മോഹൻ ഭാഗവത് നടത്തിയ പ്രസ്താവന, മോഹൻ ഭാഗവത്തിനെ സംബന്ധിച്ച് RSSനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്ക് യാതൊരു പങ്കുമില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ ഭാഗമായിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണമാണ് ഏറ്റവും വലിയ ഒരു അവരുടെ ആശയം നടപ്പാക്കാൻ പറ്റിയ ഒരു കാര്യമെന്നുള്ളത്. അപ്പോൾ അത് നടപ്പാക്കിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോൾ നിങ്ങൾ പോരാട്ടത്തിന് പോകരുത്, ഹിന്ദുക്കൾ സംഘടിക്കേണ്ടത് മറ്റു മതസ്ഥർക്കെതിരെയാണ്, ക്രിസ്ത്യാനികൾക്കെതിരെയാണ്, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരാണ് ഈ RSSകാർ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് ഗോൾവാക്കർ എഴുതി വച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് മോഹൻ ഭാഗവതിൻ്റെ ഈ പ്രസംഗത്തെയും കാണുക. അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൈതൃകം അവകാശപ്പെടാനാകില്ല. അപ്പോൾ പൈതൃകം അവകാശപ്പെടാവുന്ന കാര്യത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി ചില ഘട്ടങ്ങളിൽ നേരത്തെ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ച പോലെ മോഹൻ ഭാഗവതിൽ നിന്ന് എല്ലാവരും ഉൾക്കൊള്ളുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് അത്ഭുതപ്പെടാം. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അത് മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ഇടയ്ക്ക് ഉണ്ടാകും. അതേപോലെ അയോധ്യ ക്ഷേത്രം നിർമ്മിച്ച പോലെ ഇനി പള്ളികൾ പൊളിക്കാൻ നിൽക്കരുത് എന്നൊരു പ്രതികരണം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇനി പള്ളികൾ പൊളിക്കാനുള്ളത് പൊളിച്ചു, അവിടെ നമ്മൾ ആധിപത്യം നേടിക്കഴിഞ്ഞു, ഇനി എല്ലാ പള്ളികളും ശിവലിംഗം അന്വേഷിച്ച് പോകണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ന്യൂനപക്ഷത്തെ കൂടി ഉൾക്കൊള്ളുന്നതാണ്. യഥാർത്ഥത്തിൽ അതല്ല. അത് RSSനകത്ത് നടക്കുന്ന ചില സംഘർഷങ്ങളുടെ പ്രതിഫലനം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മോദിയെ കൊണ്ടുവരുന്നത് RSS ആണ്. അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോൾ മോദി ദൈവമാകാൻ ശ്രമിക്കുന്നു എന്നുള്ള വിമർശനം എങ്ങും തൊടാതെ തന്നെ പ്രസംഗങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോഹൻ ഭാഗവത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നർ പൊളിറ്റിക്സ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രതികരണത്തെ കണ്ടാൽ മതി. ഇപ്പോൾ 1970
1971 ബംഗ്ലാദേശിൽ അവിടുത്തെ ഇസ്ലാമിക വർഗീയവാദികൾ പറയുന്ന 71 മുജീബ് റഹ്മാൻ അദ്ദേഹത്തെ ഇല്ലാതാക്കിയവരാണ് ആ നാടിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവർക്ക് ആധുനിക രാഷ്ട്രീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രക്ഷോഭങ്ങളെ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതവർ പല സ്ഥലങ്ങളിലും പല അജണ്ടയായും പലരിലൂടെയും കൊണ്ടുവരാൻ ശ്രമിക്കും. അത് അംബേദ്കർ കൊണ്ടുവന്ന ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറയുന്ന ഇവിടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ മുഴുവൻ തള്ളിപ്പറയുന്ന രീതിയിലുള്ള പ്രതികരണത്തിനെതിരെ കേസ് എടുക്കാത്ത എന്തുകൊണ്ട് എന്ന് ഇവിടെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഭരണഘടനയുടെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ചെയ്യാനുള്ള കാര്യം. നേരത്തെ പറഞ്ഞതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ സുജിയോട് പങ്കിടുകയാണ്. കട്ട്മുല്ല എന്നുള്ളത് ജഡ്ജിമാർക്ക് മാത്രം പറഞ്ഞുകൂടാത്ത വാക്കല്ല, അത് ഒരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത, അത് വർഗീയ പരാമർശമാണ്. അതിവിടെ ഒരു രാഷ്ട്രീയ നേതാവും ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രയോഗമാണ്. കട്ട്മുല്ല എന്ന് വെച്ചാൽ സുന്നത്ത് ചെയ്യുന്നതിനെയാണ്, അതിനെ പരിഹസിച്ചു കൊണ്ട് പറയുന്ന വാക്കുകളാണ്. ഇത് ചില BJP MPമാർ പാർലമെൻറ്റിനകത്ത് പറഞ്ഞത് വലിയ വിഷയമാവുകയും അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു അൺപാർലമെൻ്ററി വേർഡാണ്, അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എല്ലാം ഭൂരിപക്ഷ താല്പര്യത്തിൽ നടക്കുന്നു എന്നുള്ളത് നിരാശാജനകമാണ്. അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടാകും, അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എല്ലാം ഭൂരിപക്ഷ താല്പര്യമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. Meet the editors.